നമ്മളെ കൊല്ലം ജില്ലയിൽ, അതായത് മൈലക്കാട് എന്ന് പറയും, അതായത് കൊട്ടി എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പാണ്. അതായത് മൈലക്കാട് ജംഗ്ഷനിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഈ ഫെസ്റ്റിവൽ തീരുന്നത് സെപ്റ്റംബർ 4-ാം തീയതിയാണ്. ഞാൻ ഈ സെപ്റ്റംബർ 1-ന്, അതായത് ഞായറാഴ്ചയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഏകദേശം ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഫുഡ് സ്റ്റാളുണ്ട്, ഐസ്ക്രീമിൻ്റെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. പിന്നെ റൈഡ് ജെയിൻ്റ് വീല്, പിന്നെ ഈ അക്വേറിയം, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. നമ്മളതിനകത്ത് കയറി ചെല്ലുന്ന സമയത്ത് ഈ ആദ്യമൊക്കെ കാണുന്നത് നമ്മളെ ഈ മറ്റേ പണ്ട് കാലത്തുള്ള ഈ മുട്ടായി, നാരങ്ങ മുട്ടായി, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റാള്. പിന്നെ നമ്മളെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ പാത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സ്റ്റാളുകളും, പിന്നെ അല്ലാതെ പിന്നെ വുമൻസിനൊക്കെ ഉള്ള ഈ നമ്മളെ തലയിലൊക്കെ ഇടുന്ന ക്ലിപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റാളുകൾ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കാണുന്നത് ഫുള്ളും ഫുഡ് കോർട്ട്, ഐസ്ക്രീമിൻ്റെയൊക്കെ സ്റ്റാളുകൾ, അങ്ങനെ. പിന്നെ വലിയ വലിയ റൈഡുകളൊക്കെ ഉണ്ട്. അതായത് നമ്മളെ വലിയ റൈഡെന്ന് പറയുമ്പോൾ ഒന്ന് ജെയിൻ്റ് വീലും, പിന്നെ മറ്റേ വള്ളങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിനകത്ത് ഇതിനകത്ത് രണ്ടിനും ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. ഭയങ്കര നിലവിളിയൊക്കെ ആയിരുന്നു. അത് കടന്ന് അത്യാവശ്യം ജെയിൻ്റ് വീൽ നല്ല സ്പീഡിലായിരുന്നു അത് കറങ്ങിയത്. പിന്നെ നമ്മൾ അത് അത്യാവശ്യം ചെറിയ സ്പീഡ്, എന്ന് വെച്ചാൽ വലിയ സ്പീഡില്ല. പിന്നെ നമ്മളെ മരണക്കിണറുണ്ട്. മരണക്കിണറൊക്കെ എനിക്ക് പറ്റിയില്ല എടുക്കാൻ. പിന്നെ നമ്മൾ ആ ടിക്കറ്റ് റേറ്റ് വരുന്നത് 30 രൂപയാണ്. പിന്നെ മറ്റേ ഈ സ്നേക്ക് അക്വേറിയം ഇതൊക്കെ കാണണമെങ്കിൽ 30 രൂപ റേറ്റാണ്. മരണക്കിണറിൻ്റെ റേറ്റ് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ അടുത്തേക്ക് ഞാൻ ലാസ്റ്റ് പോയത് ഈ അക്വേറിയം കാണുക. അക്വേറിയത്തിനകത്ത് പിന്നെ നമ്മളെ പേർഷ്യൻ ക്യാറ്റ്, പിന്നെ നമ്മളെ ഈ പാരറ്റ്, പിന്നെ സ്നേക്കിനെയൊക്കെ നമുക്ക് തൊടുന്നതിന് കുഴപ്പമില്ല. ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ പാരറ്റിനെയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ 100 റുപ്പീസ് എന്നാണ് റേറ്റ് പറഞ്ഞത്. പിന്നെ നമ്മളെ ഈ ഹെൻസ്, അതായത് നമ്മളെ കോഴികൾ, പല വെറൈറ്റി കോഴികളുണ്ട്. പിന്നെ പേർഷ്യൻ ക്യാറ്റും പല വെറൈറ്റികളുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ പ്രാവ്, അങ്ങനെയൊക്കെയുള്ള അതിനകത്ത് ഒരുപാട് ഇതുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഈ അക്വേറിയത്തിനകത്ത്, അതായത് ഇപ്പം ഈ പല വെറൈറ്റി എന്ന് വെച്ചാൽ പിന്നെ ഗിനിപ്പന്നികളുണ്ട്. അങ്ങനെ ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ഐറ്റങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും പേര്, പിന്നെ ചെറിയ കിളികൾ, വലിയ കിളികൾ, അതിൻ്റെ പേരൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല അത് ഏതൊക്കെയാണെന്നൊന്നും. I'm not moving